ഹലോ കുട്ടീസ്, ഞാൻ ഇന്നൊരു ഗ്രീൻ പീസ് മസാലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. കുറച്ച് സവാള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കുറച്ച് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഞാൻ ടൊമാറ്റോനെ ജ്യൂസ് ആക്കിയിട്ടും എടുത്തിട്ടുണ്ട്. കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, കുക്കിംഗ് വീഡിയോ. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് വെള്ളമൊഴിച്ച് കുക്കറിൽ വേവിക്കാൻ വയ്ക്കുക. അതിനോടൊപ്പം പൊട്ടാറ്റോ ഇടുക, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇടുക. അതിൻ്റെ ഉള്ളിൽ ചപ്പാത്തി പരത്തുണ്ടായിരുന്നു, ആ ഷീറ്റാണത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഞാനൊരു പാൻ വെച്ചു, എണ്ണ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് പെരുംജീരകം, സവാള, ഈ ഇഞ്ചി പച്ചമുളക് ചതച്ചത്, വെളുത്തുള്ളി എല്ലാം കൂടിയിട്ടൊന്ന് നമ്മൾ നന്നായിട്ടൊന്ന് വേവിക്കുക. അത് നന്നായി വഴറ്റി വരുന്ന സമയത്ത് കുറച്ച് തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചതിടുക. എന്നിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീർ ചില്ലിയാണ്, കുരുമുളക് പൊടി, മീറ്റ് മസാല എല്ലാം ഇട്ടിട്ട് വീണ്ടും ഒന്ന് നന്നായി വേവിക്കുക. എന്നിട്ട് ടൊമാറ്റോയുടെ ജ്യൂസ് അതിൽ ആഡ് ചെയ്യുക. അത് നന്നായി വെന്ത് വരുമ്പോൾ നമ്മുടെ ഈ ഗ്രീൻ പീസ് കുക്കറിൽ വേവിച്ചതും ഉരുളക്കിഴങ്ങും കൂടി അതിലിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് വേവിക്കാൻ വയ്ക്കുക. ലാസ്റ്റ് കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായി തിളപ്പിക്കാൻ വയ്ക്കുക. ലാസ്റ്റ് പിന്നെ ഇതൊന്നും കൂടി അടച്ച് വെച്ച് വേവിച്ചാൽ നമ്മുടെ നല്ല ഗ്രീൻ പീസ് മസാലക്കറി റെഡി. അപ്പോൾ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.